എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പതിവ് പോലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ട ദിവസമായതുകൊണ്ട് അതിരാവിലെ തന്നെ ഞാൻ എൻ്റെ സാമ്രാജ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വന്ന പാടെ ജനലൊക്കെ തുറന്നിട്ടിട്ട് തലേന്ന് കഴുകിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ടിഫിൻ ബോക്സ് ഒക്കെ അടുക്കി പെറുക്കി ഒരു സൈഡിലേക്ക് വെച്ചു. ഇനി അവരെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാൻ നേരത്ത് നിരത്തി വെച്ചാൽ മതിയല്ലോ. വേഗം തന്നെ അരി അടുപ്പത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് റേഷൻ കടയിൽ പോയപ്പോൾ ചാക്കരി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാളായി ചാക്കരി കഴിച്ചിട്ട്, അപ്പോൾ കഴിക്കാനൊരു ആഗ്രഹം. അതുകൊണ്ട് ഇന്ന് നോക്കി നിന്ന് വാർക്കണം കേട്ടോ അരി. നമുക്ക് തിളപ്പിച്ച റൈസ് കുക്കറിൽ വെക്കാൻ പറ്റില്ല. ഇത് പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് കുഴഞ്ഞു പോകും കേട്ടോ. റൈസ് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ ശർക്കര ഇട്ട് എടുക്കേണ്ട അവസ്ഥയായിരിക്കും. എനിക്കിന്ന് ജിമ്മിൽ പോകണം. അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം ഇത്തിരി ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവോളയും കൂടി റെഡിയാക്കി അക്കൂട്ടത്തിലിട്ട് ഒരു കുറുമ അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓടി ഏട്ടനും കൂടെ വന്ന് അതൊക്കെ അരിഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ വേഗം കുക്കറിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേഗം അതിനെ അങ്ങ് വിസിലടിച്ച് വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അക്കൂട്ടത്തിൽ തന്നെ എടുത്ത് നിരത്തിയിട്ടുള്ള പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി എടുത്ത് പാതകമൊക്കെ തുടച്ചങ്ങോട്ട് ഇട്ടു. അതല്ലെങ്കിൽ വന്നു കഴിയുമ്പം നല്ല പണിയായിരിക്കും കേട്ടോ. പിന്നെ ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് കുറച്ച് നേരം അങ്ങനെ അങ്ങ് നിന്നു. അതും ഒരു രസമാണേ. ജിമ്മിൽ പോവാൻ തീരുമാനിച്ച സമയത്ത് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു പോണോ വേണ്ടയോ എന്ന്. പിന്നെ അങ്ങോട്ട് മനസ്സിൽ ഉറപ്പിച്ചു നമുക്കായിട്ടും കുറച്ച് സമയം അങ്ങോട്ട് മാറ്റി വയ്ക്കണമെന്ന്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് സാധാരണ എണീക്കുന്നതിലും ഒരു പൊടിക്ക് ഇത്തിരി നേരത്തെ അങ്ങോട്ട് എണീറ്റ് കുറച്ച് പണി ഒതുക്കിയിട്ടാണ് പോവുക. പോയിട്ട് വന്നിട്ട് ബാക്കി പണികളും തീർക്കൂട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പോകുമ്പോഴത്തേക്കും ചോറ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ അങ്ങോട്ട് വാർത്തു കുടിക്കാനുള്ള വെള്ളവും ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയും റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ വേഗം പോയിട്ട് ജിമ്മിലേക്ക് പോകാൻ റെഡിയായത്. ഇപ്പം 5 മണിയായിട്ടുണ്ട് കേട്ടോ. 6:30 ആയപ്പം ഞാൻ തിരിച്ച് വരികയും ചെയ്തിട്ടുണ്ട്. വേഗം തന്നെ കൈയും കാലും മുഖവും കഴുകിയിട്ട് നേരെ അടുക്കളയിലേക്ക് തന്നെ കയറി കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നമുക്ക് കറി റെഡിയാക്കണം. നമ്മൾ കുറുമയ്ക്കുള്ളതെല്ലാം വേവിച്ച് വെച്ചിട്ടല്ലേ പോയത്. അപ്പോൾ അത് വേഗം അങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് തന്നെ ഇടിയപ്പത്തിനുള്ള മാവും ഞാൻ കുഴയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നപ്പോഴേക്കും ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഇന്നത്തെ മാവ് കുഴച്ചത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ കറക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ. ചില സമയത്ത് മാവ് അത്ര സോഫ്റ്റ് ആവത്തില്ല, അന്നേരം ഇത് കറക്കിയെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ട് വിടും. പക്ഷേ ഇന്ന് ഇതെല്ലാം എളുപ്പമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ തന്നെ നമ്മൾ ചായക്കുള്ള പാലും അടുപ്പത്ത് വെച്ചു. മോര് കാച്ചാനായിട്ടും അരപ്പെല്ലാം റെഡിയാക്കി കേട്ടോ. അപ്പോൾ പൊന്നൂസിന് ഇന്നലെ 5-ന് കൊടുത്തു വിടുന്നത് ഉരുളക്കിഴങ്ങ് ഫ്രൈയും മോര് കറിയുമായിരുന്നു. അപ്പം ഉരുളക്കിഴങ്ങ് നമ്മൾ മസാലയൊക്കെ തേച്ച് പരട്ടി വെച്ചിട്ടല്ലേ ജിമ്മിൽ പോയത്. അപ്പോൾ അതൊക്കെ മസാലയൊക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ട് നിൽപ്പുണ്ട്. വേഗം അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ മക്കളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിപ്പിച്ചു. പൊന്നിനുള്ള ലഞ്ചും ഒക്കെ കൊടുത്ത് അവനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. അച്ചൂട്ടനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനും പോകണം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പതിവ് പോലെ